ഒരു സഹായമോ സേവനമോ ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് പറയുകയോ അതിനെതിരെ സംസാരിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല. എന്നാൽ ആ സഹായമോ സേവനമോ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഏത് വ്യക്തിയായാലും. കഴിഞ്ഞ ദിവസം പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് ആശുപത്രികളിൽ നൽകുന്ന പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിന്റെ അകത്തുള്ള അധികാരം മന്ത്രിക്കാണ്, ഡിവൈഎഫ്ഐക്ക് അല്ല. പുറത്ത് ചെയ്തോട്ടെ, അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ഞങ്ങൾ ആദ്യഘട്ടം ആലപ്പുഴ, മറ്റ് സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ ചില സന്നദ്ധ സംഘടനകളായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അതനുസരിച്ച് തീരുമാനമെടുക്കും. ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കില്ല, ഒരു പാർട്ടീനെയും. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ അകത്ത് വേണ്ട. മന്ത്രി വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പൊതിച്ചോറ് നൽകുമ്പോൾ ബാനറോ കൊടിയോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നൽകുന്നത് ഒരു സേവനമാണ് എങ്കിൽ അത് ഒരു പാർട്ടിയുടെയും ലേബലോ ബാനറോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത്തരം ഒരു ആഗ്രഹമുണ്ട് എങ്കിൽ പൊതിച്ചോറ് നൽകണമെങ്കിൽ ബാനറും കൊടിയും ഇല്ലാതെ നൽകാം. അതല്ല എങ്കിൽ ഗവൺമെന്റിന്റെ കമ്മ്യൂണിറ്റി കിച്ചണിൽ ഈ പൊതിച്ചോറ് ഏൽപ്പിക്കാവുന്നതാണ്. അവിടെ നിന്ന് ആവശ്യക്കാർക്ക് നൽകുന്നതുമാണ്. ഇതിന്റെ എല്ലാം തുടക്കമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പൊതിച്ചോറ് വിവാദത്തിന് തീ കൊളുത്തിയത് അമ്പലപ്പുഴ MLA ജി സുധാകരനാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അന്നദാനം കൊടുക്കുകയാണ് ഗവൺമെന്റ് ജോലി, ഞങ്ങൾ ചോറ് കൊടുക്കുകയാണ്, ഞങ്ങൾ കഞ്ഞി കൊടുക്കുകയാണ്, എന്നിട്ട് അവിടെ കൊടിയും കൊടുക്കുകയാണ്. ഇതെല്ലാം നീക്കം ചെയ്യാം. ഒരു പാർട്ടി അവിടെ കയറ്റിക്കൊള്ളാം. സംഘടനകൾ അവിടെ യാതൊരു ഭക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റിന് ഉത്തരവാദിത്തമാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്. അതൊന്നും ഇനി ഉണ്ടാവരുത് ഞങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു. സേവാഭാരതി അവിടെ ഒരു ഷെഡും കെട്ടി അവർ കൊടുക്കുകയാണ്. ഈ തീരുമാനത്തിന് ശേഷം സൂപ്രണ്ടിനെ നമ്മൾ ചെന്നൈ കാണിക്കില്ല. അത് കലക്ടർ പറഞ്ഞു. അപ്പോൾ കലക്ടർ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത് പഠനം തന്നെ തീരുമാനിച്ചത്. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ നന്നാവുക. അദ്ദേഹവും വ്യക്തമായി ചോദിക്കുന്നത്, ഇതൊക്കെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? പാർട്ടിയുടെ കൊടിയും ബാനറുകളും എന്തിനാണ് ആശുപത്രിക്കുള്ളിൽ പ്രവേശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആശുപത്രിക്കുള്ളിൽ എന്തിനാണ് ഇത്തരം കൊടികൾ സ്ഥാപിക്കുന്നത് എന്നാണ്. ഇതൊരു മാതൃകാപരമായ നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം സേവനം വാങ്ങുന്ന അല്ലെങ്കിൽ ആ ആഹാരം വാങ്ങുന്ന ആൾക്ക് ആര് നൽകിയെന്നതല്ല, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഫണ്ടിൽ നിന്നല്ല ഇതൊന്നും നൽകുന്നത്. സാധാരണക്കാരായ വീടുകളിൽ ചെന്ന് അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ആഹാരമാണല്ലോ. അപ്പോൾ ഇത്തരം കൊടിയുടെയോ ബാനറിന്റെ ആവശ്യമില്ല. അത് ഡിവൈഎഫ്ഐ അല്ല, യൂത്ത് കോൺഗ്രസ് ആയാലും സേവാഭാരതി ആയാലും അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് പണ്ടേ സർക്കാർ എടുക്കേണ്ട നിലപാടായിരുന്നു എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്നാൽ ഇതിനെ വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെ അടക്കം പല നേതാക്കളും ഡിവൈഎഫ്ഐയുടെ ഒക്കെ നേതാക്കൾ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. അവരെല്ലാം പറയുന്ന കാര്യമെന്ന് പറയുന്നത് പൊതിച്ചോറ് നിർത്തലാക്കാനാണ് മന്ത്രി പറഞ്ഞത്. ഒരിക്കലും മന്ത്രി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. റഹീം പോലും പറയുന്നത് മനുഷ്യരായിട്ടുള്ള ആർക്കെങ്കിലും പൊതിച്ചോറിനെ എതിർക്കാനാകുമോ എന്നാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. മന്ത്രി പൊതിച്ചോറിനെ അല്ല എതിർത്തത്, അതിലൂടെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന കാര്യങ്ങളെ, അല്ലെങ്കിൽ അതിലൂടെ രാഷ്ട്രീയമായി ലക്ഷ്യം ഇടുന്ന കാര്യങ്ങളെയാണ് മന്ത്രി എതിർത്തത്. റഹീമിന്റെ വാക്കുകളിലേക്ക് പോകാം. മനുഷ്യരായ ഒരാൾക്ക് പൊതിച്ചോറിനെ എതിർക്കാൻ കഴിയില്ല. അതിനെ എതിർക്കുന്നവർ അവരുടെ മാനസിക നില പരിശോധിക്കേണ്ടതാണ്. കാരണം മനുഷ്യരായ ആർക്കും കഴിയില്ല. ഡിവൈഎഫ്ഐക്ക് ഒരു ധാരണയുണ്ട്. ഡിവൈഎഫ്ഐയുടെ കുത്തകയാണ് പൊതിച്ചോറ് എന്നുള്ളത്. പല വേദിയിലും പല നേതാക്കളും പൊതിച്ചോറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ഞങ്ങൾ ആശുപത്രികളിൽ പൊതിച്ചോറ് നൽകിയെന്ന് പറയുകയും ചെയ്തു. CPM-നേറ്റ വലിയ പരാജയത്തിന് ശേഷം ഒരു വേദിയിൽ ചിന്തോ ജെറോം തന്നെ പറയുകയുണ്ടായി, ഞങ്ങൾ പരാജയപ്പെട്ടിട്ടും ഞങ്ങൾ പരാജയപ്പെട്ടു എന്നതിന്റെ ദുഃഖത്തിലിരുന്നില്ല, ആശുപത്രികളിലേക്ക് പൊതിച്ചോറുകൾ എത്തിച്ചു എന്നുള്ളത്. ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് ഇടതുപക്ഷത്തിന് കനത്ത പരാജയം ഉണ്ടായപ്പോഴും കേരളത്തിൽ ഉച്ചയ്ക്ക് ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലെ പൊതിച്ചോറ് വിതരണം മുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, മുടങ്ങിയിട്ടില്ല. ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ മന്ത്രിയുടെ വാക്കുകളെ വളച്ചൊടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങളെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, സേവനം നൽകുമ്പോൾ അത് ആരാണ് നൽകിയത് എന്ന് അറിയരുത് എന്ന് മാത്രമാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതിനെ പോസിറ്റീവായി തന്നെയാണ് കണക്കാക്കേണ്ടത്. ഇനി മറുവശമുണ്ട്. മാറി മാറി വന്ന സർക്കാരുകൾക്ക് ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. എന്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിറ്റി കിച്ചണിലൂടെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലേക്കും ആഹാരം അവരെത്തിക്കാതിരുന്നത്? അതുകൊണ്ടാണ് ഇത്തരം സംഘടനകൾക്ക് മുന്നോട്ട് വരേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇപ്പോഴുള്ള പുതിയ സർക്കാരെങ്കിലും ഇതിനൊരു മാറ്റം കൊണ്ടുവരണം. ഇന്ദിരാ ക്യാന്റീൻ പോലെയുള്ള കാര്യങ്ങൾ, തുച്ഛമായ വിലയ്ക്ക് ആഹാരം കിട്ടുന്ന രീതി ഗവൺമെന്റ് ആശുപത്രികളിൽ കൂടി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ ഇത്തരം വിവാദങ്ങളിലേക്ക് വീണ്ടും വീണ്ടും പോവുകയല്ല ചെയ്യേണ്ടത്.